ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. ഡിയർ സ്റ്റുഡൻസ്, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ലെറ്റ് us start. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. എൻ്റെ പേര് ദിലീപ് കുമാർ വി. മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകനാണ്. ഇനി നമുക്ക് ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ടീം എ, ഞാൻ ഹനോൻ അബ്ദുൽ മജീദ്. എൻ്റെ പേര് കൃഷ്ണജിത്ത് കെ. നമ്മൾ CD സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂൾ തളിപ്പറമ്പിൽ പഠിക്കുന്നു. ടീം ബി, എൻ്റെ പേര് സൂര്യതേജ്. എൻ്റെ പേര് യദുകൃഷ്ണ. നമ്മൾ GHSS കൂത്തുപറമ്പിൽ നിന്ന് വരുന്നു. ടീം സി, എൻ്റെ പേര് ലിയ ജമീല. എൻ്റെ പേര് അനന്തു എ. ഞങ്ങൾ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ഡി, എൻ്റെ പേര് അനുവിന്ദ് PP. എൻ്റെ പേര് ആരുഷ് ലക്ഷ്മൺ. നമ്മൾ GHSS കണ്ണാടിപ്പറമ്പിൽ നിന്ന് വരുന്നു. ടീം ഇ, എൻ്റെ പേര് ഫാത്തിമത്തുൽ ഷഹല. എൻ്റെ പേര് മിഹാര കെ. നമ്മൾ സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ ആകാശവാണിയുടെ റേഡിയോ ടീച്ചർ എന്ന ക്വിസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. 3ഉം 4ഉം റൗണ്ടുകളിൽ 20 ചോദ്യങ്ങളാണുള്ളത്. ഇത് നമ്മൾ 10ാം ക്ലാസ്സിലെ എല്ലാ പാഠഭാഗത്തുനിന്നുമായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3ാം റൗണ്ടിൽ ചോദ്യത്തിന് 5 മാർക്ക് വീതമാണ് നൽകുന്നത്. പാസ് ചെയ്താൽ 3 മാർക്ക് ലഭിക്കും. ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം ടീം എയോടാണ്. ഒരാളോട് ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു എങ്കിൽ അത് 3ന്റെ ഗുണിതമാവാനുള്ള സാധ്യത എത്ര? One is asked to say a 2-digit number. What is the probability that it being a multiple of 3? സർ 1/3. ടീം എ ശരിയുത്തരം നൽകിയിരിക്കുന്നു. 5 മാർക്ക്. നമുക്കറിയാം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്നാണ്. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം ആയിട്ട് വരുന്നത് ഒരാളോട് ഒരു 2 അക്ക സംഖ്യ പറയാനാണ് പറയുന്നത്. അപ്പോൾ അയാൾ പറയുന്നത് 10 മുതൽ 99 വരെയുള്ള നമ്പർ അല്ലേ, അത് 90 എണ്ണേ ഉണ്ടാവുള്ളൂ എന്ന് എളുപ്പം മനസ്സിലാക്കാമല്ലോ. കാരണം 1 മുതൽ 100 വരെ 100 നമ്പേഴ്സേ ഉണ്ടാവുക. അപ്പോൾ അതിൽ ആദ്യത്തെ 9 എണ്ണം ഒറ്റ സംഖ്യയാണ്, അത് പോയി. 100 3 അക്ക സംഖ്യയാണ്, അപ്പോൾ 10 എണ്ണം പോയി. അപ്പോൾ 90 നമ്പറാണ് ഉണ്ടാവുക. അപ്പോൾ എത്ര 3 അക്ക സംഖ്യകളുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര ഉണ്ടാവും? 3 അക്ക സംഖ്യകൾ എത്ര ഉണ്ടാവും? 900. അതെ, 900 ആണ്. കാരണം എന്ന് വെച്ചാൽ 100 മുതലുള്ളത് 999 വരെയുള്ളൂ. അപ്പോൾ അതിന് ജസ്റ്റ് 1000 വരെയുള്ള 1000 എണ്ണത്തിൻ്റെ അകത്ത് 100 എണ്ണം കുറച്ചാൽ മതി. അപ്പോൾ 2 അക്ക സംഖ്യകൾ 90 ആണെന്ന് എളുപ്പം മനസ്സിലാക്കാം. പിന്നെ നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 3ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 12. അത് 2 അക്ക ആയതുകൊണ്ട് തന്നെ 3, 6, 9 ഒന്നും ഉണ്ടാവില്ല. 12, 15, 99 വരെ അത് 30 എണ്ണാണ്. അപ്പോൾ 30/90 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/3. അടുത്ത രണ്ടാമത്തെ ചോദ്യം ടീം ബിയോടാണ്. ഒരു സമചതുരത്തിന്റെ ചുറ്റളവും പരപ്പളവും സംഖ്യാപരമായി തുല്യമായാൽ വശം എത്ര? ഇഫ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് എ സ്ക്വയർ ആർ ന്യൂമറിക്കലി ഈക്വൽ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്? ഓക്കെ, ടീം ബി. സർ 4 സെന്റിമീറ്റർ. ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 5 മാർക്ക്. എന്ന് പറഞ്ഞിരിക്കുന്നത് ഏരിയയും പെരിമീറ്ററും ഈക്വൽ ആണ്. അതായത് A² = 4A. അത്രേ വേണ്ടുള്ളൂ. A² = 4A. അപ്പോൾ A കട്ടാവുമല്ലോ. അപ്പോൾ A = 4 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ചോദ്യം ടീം സിയോടാണ്. 5 സെന്റിമീറ്റർ ആരമുള്ള വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും 13 സെന്റിമീറ്റർ അകലെയുള്ള ഒരു ബിന്ദുവിൽ നിന്നും വരക്കുന്ന തൊടുവരയുടെ നീളം എത്ര? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ടാൻജന്റ് ഡ്രോൺ ഫ്രം എ പോയിന്റ് 13 സെന്റിമീറ്റർ അവേ ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 5 cm? സർ, ലെങ്ത് ഓഫ് ദി ടാൻജന്റ് 12 സെന്റിമീറ്റർ. 12 cm. ഉത്തരം ശരിയാണ്. ടീം സിക്ക് 5 മാർക്ക്. ഇവിടെ ഉപയോഗിക്കുന്ന ആശയം ഒരു ടാൻജന്റും അതിന്റെ റേഡിയസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് 13 എന്ന് പറയുന്നത് 90ക്ക് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ ഹൈപ്പോട്ടനസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പൈത്തഗോറസ് തിയറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ടാൻജന്റ് ലെങ്ത് 12 cm എന്ന് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. 1/31, 3/31, 5/31 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 31 പദങ്ങളുടെ തുക എത്ര? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 31 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 1/31, 3/31, 5/31 എക്സെട്ര. ഉത്തരം 31. 31 ശരിയുത്തരമാണ്.
ഒന്ന് വിശദീകരിക്കാമോ? ആദ്യം അതിൻ്റെ 31th ടേം കണ്ടെത്തുക. അപ്പോൾ അത് 61/31 ആയിരിക്കും കിട്ടുക. അപ്പോൾ സമ്മിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് അത് കണ്ടു. ഓക്കെ, സമ്മിൻ്റെ ഇക്വേഷൻ ഒന്നും വെക്കാതെ വളരെ എളുപ്പത്തിൽ ഈ ചോദ്യത്തിന് ആൻസർ കണ്ടെത്താൻ പറ്റില്ല. വേറെ ആരെങ്കിലും വേറെ രീതിയിൽ കണ്ടിട്ടുണ്ടോ? പറയൂ. n ഇൻറ്റു മിഡിൽ ടേം യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചു. n ഇൻറ്റു മിഡിൽ ടേം ഉപയോഗിച്ചിട്ട് സം കണ്ടുപിടിച്ചു. അങ്ങനെയും കാണാം. അല്ലാതെ ഓഡ് നമ്പേഴ്സ്. അതെ, വെരി ഗുഡ്. ഓഡ് നമ്പേഴ്സ് അല്ലേ ഇത്? 1, 3, 5 എക്സെട്ര ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ ആദ്യത്തെ 31 ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 31 സ്ക്വയർ ആണ്. എല്ലാറ്റിന്റെയും ഡിനോമിനേറ്റർ എത്രയാണ്? 31. അപ്പൊ 31 സ്ക്വയർ ബൈ 31 എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് ഒരു സ്ക്വയർ കട്ടാവുന്നു, 31 കിട്ടുന്നു. വളരെ സിമ്പിൾ അല്ലേ ചോദ്യം? ഇപ്പൊ എല്ലാ ചോദ്യം നമ്മൾക്ക് പല രീതിയിൽ ചെയ്യാം, പക്ഷെ പരമാവധി എളുപ്പത്തിൽ ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം മാർക്കൊക്കെ സെയിം ആയിരിക്കും. അപ്പൊ നമ്മളുടെ സമയം ചുരുക്കിക്കൊണ്ട് എളുപ്പ വഴിയിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ടീം ഡിക്ക് 5 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. പി എഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 6x സ്ക്വയർ പ്ലസ് 12x പ്ലസ് 8 ആയാൽ താഴെ പറയുന്നവയിൽ പി ഓഫ് എക്സിന്റെ ഘടകം ഏത്? വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഫാക്ടർ ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 6x സ്ക്വയർ പ്ലസ് 12x പ്ലസ് 8? ഓപ്ഷൻസ്: x minus 1, x minus 2, x plus 2, x minus 4. സർ ഉത്തരം x minus 4. x minus 4 തെറ്റുത്തരമാണ്. ടീം എയിലേക്ക് പാസ് ചെയ്യുന്നു. സർ ഉത്തരം x plus 2. x plus 2 ശരിയുത്തരം. ടീം എക്ക് 3 മാർക്ക്. അതായത് ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്, നമ്മൾ അതിൻ്റെ രീതിയിൽ ചിന്തിക്കണം. ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 12x പ്ലസ് 8 എന്നത് എല്ലാം പോസിറ്റീവ് ടേംസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിന് ഫാക്ടർ ആവണമെങ്കിൽ അറിയാം, താഴെ പറയുന്നതിൽ P(2), P(3) സാധനമൊക്കെ 0 ആണ്. ഈ പ്ലസ് ഉള്ളൊരു സാധനത്തെ 0 ആക്കണമെങ്കിൽ എന്തായാലും ഒരു മൈനസ് ഇല്ലാതെ പറ്റില്ല. ആകെ ഒരെണ്ണം മാത്രമേ അവിടെ ഉള്ളൂ ചോയ്സിൽ. ചില ആൻസർ നമ്മൾ അങ്ങനെയാണ്, മറ്റുള്ളതൊന്നും ശരിയാവുന്നില്ല എങ്കിൽ ആ ശരിയാവുന്നത് ആൻസർ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ x plus 2 മാത്രമേ നിങ്ങൾക്ക് P(-2) എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ കാരണം. വിച്ചമങ് എന്ന് ആൻസറിലുണ്ട്, ഉത്തരം താഴെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആദ്യത്തെ 3 നെഗറ്റീവ് വരുന്ന കാരണം അതാവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെയാണ് x plus 2 ഫാക്ടർ ആണെന്ന് പറയാൻ കാരണം. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. ലംബവശങ്ങളുടെ നീളങ്ങൾ 3 cm 4 cm വരുന്ന മട്ടത്രികോണത്തിന്റെ പരിവൃത്ത ആരം എത്ര? വാട്ട് ഈസ് ദ സർക്കം റേഡിയസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഹൂസ് പെർപെൻഡിക്കുലർ സൈഡ്സ് ആർ 3 cm ആൻഡ് 4 cm? സർ ഉത്തരം 2.5 സെന്റിമീറ്റർ. 2.5 ശരിയുത്തരമാണ്. ടീം ഇക്ക് 5 മാർക്ക്. അതായത് പെർപെൻഡിക്കുലർ സൈഡ് 3, 4 തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈപ്പോട്ടനസ് ആയിട്ട് 5 cm ആണ് വരിക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സർക്കം റേഡിയസ് അതിൻ്റെ ഹൈപ്പോട്ടനസിൻ്റെ മിഡ് പോയിന്റിലായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 5/2 2.5. ഓക്കെ, അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ശ്രദ്ധിക്കുക. 5 cm ആരമുള്ള ഒരു വൃത്തത്തിൻ്റെ വ്യാസമാണ് എ ബി. വൃത്തകേന്ദ്രത്തിൽ നിന്നും 3 cm അകലെ എ ബിയിലുള്ള ഒരു ബിന്ദുവാണ് പി. സി വൃത്തത്തിലെ ഒരു ബിന്ദുവും പി സി എ ബിക്ക് ലംബവുമാണെങ്കിൽ പി സിയുടെ നീളം എത്ര? എ ബി ഈസ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 5 cm. പി ഈസ് ദ പോയിന്റ് ഓൺ എ ബി 3 cm away from the center. If C is a point on the circle and PC perpendicular to AB, what is the length of PC എന്നാണ് ചോദ്യം. സാർ ഉത്തരം 4. 4 റൈറ്റ് ആൻസർ ആണ്. ടീം ഡിക്ക് 5 മാർക്ക്. അതായത് ഇവിടെ നമ്മൾ പഠിച്ച ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് സെൻട്രലിൽ നിന്ന് 3 cm അകലെ എന്ന് പറയുമ്പോൾ റേഡിയസ് 5 ആണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് ആ പോയിന്റിലേക്ക് ഒരു 8 ആണ്. അപ്പോൾ ബാക്കി എത്രയാ? 2. അപ്പോൾ പി സി വരുന്നത് 8 × 2 16. അതാണ് പി സി സ്ക്വയർ ആണ് 16. അപ്പോൾ പി സി എന്ന് പറയുന്നത് √16 അഥവാ 4 എന്ന് കിട്ടുന്നു. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ആധാരബിന്ദുവിൽ നിന്നും 6-8 എന്ന ബിന്ദുവിലേക്കുള്ള അകലം എത്ര? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ടു ദി പോയിന്റ് 6-8 ഫ്രം ഒറിജിൻ? ഓക്കെ, ടീം സി. ആൻസർ 10. 10 ശരിയുത്തരമാണ്. ടീം സിക്ക് 5 പോയിന്റ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒറിജിൻ എന്ന് പറയുന്നത് 0 ആണ്. ഒറിജിനിൽ നിന്നും XY എന്നുള്ള പോയിന്റിലേക്കുള്ള അകലം √(x² + y² ആയിരിക്കും. അതായത് √6² + -8² √100 which is equal to 10 എന്ന് കിട്ടുന്നു. അടുത്തത് ചോദ്യം ടീം ബിയോടാണ്. 170 cm നീളമുള്ള ഒരാളുടെ നിഴലിന്
85 സെൻറ്റിമീറ്റർ നീളമുണ്ട് എങ്കിൽ അതേസമയം ഒരു മരത്തിൻ്റെ നിഴലിന് 12.5 മീറ്റർ നീളമുണ്ടെങ്കിൽ മരത്തിൻ്റെ ഉയരമെത്ര? The length of the shadow of a man of height 170 cm is 85 cm. At the same time, the shadow of a tree is 12.5 meter. Then, what is the height of the tree? സർ 25 മീറ്റർ. Yes, 25 റൈറ്റ് ആൻസർ ആണ്. ടീം ബിക്ക് 5 മാർക്ക്. അപ്പോൾ ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല, വെറും സിമിലർ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി മാത്രമേ വേണ്ടുള്ളൂ. കാരണം നമ്മൾ നിഴലിൻ്റെ ഡബിൾ ആണ് ആളുടെ ഹൈറ്റ്, 170 ആളുടെ ലെങ്ത്തിന് 85 ആണ് നിഴൽ. അപ്പം അങ്ങനെയാണെങ്കിൽ 12.5 മീറ്റർ നിഴലാകുമ്പോൾ അതിൻ്റെ ഡബിളായ 25 ആയിരിക്കും മരത്തിൻ്റെ ഹൈറ്റ്. 3-ാം റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ടീം എയോടാണ്. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും 10 മീറ്റർ അകലെ നിൽക്കുന്ന കുട്ടി മരത്തിൻ്റെ മുകളറ്റം 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു എങ്കിൽ മരത്തിൻ്റെ ഉയരമെത്ര? എ ബോയ് സ്റ്റാൻഡിങ് 10 മീറ്റർ അവേ ഫ്രം എ ട്രീ sees the top of a tree at an elevation of 60 degree. What is the height of the tree? സർ 10√3 സെൻറ്റിമീറ്റർ. 10√3 ശരിയാണ്. ഒന്ന് കിട്ടിയ വിധം ഒന്ന് പറയാമോ? സർ 30, 60, 90 റൈറ്റ് ട്രയാങ്കിൾ. അതെ, അത് മാത്രമേ അറിയണ്ടുള്ളൂ. ഇപ്പോൾ 1:√3:2 എന്ന റേഷ്യോ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ 60 ഡിഗ്രി എലിവേഷനിൽ കാണുമ്പോൾ ആ ട്രയാങ്കിളിൻ്റെ അടുത്ത ആംഗിൾ 30 ആയിരിക്കും. അപ്പോൾ 30-ക്കെതിരെയാണ് 10 വരുന്നത്. അപ്പോൾ 60-ക്കെതിരെ വരിക 10√3. 3-ാം റൗണ്ട് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. സ്കോർ നില പരിശോധിക്കാം. ടീം എ 13 മാർക്ക്, ടീം ബി 10 മാർക്ക്, ടീം സി 10 മാർക്ക്, ടീം ഡി 10 മാർക്ക്, ടീം ഇ 5 മാർക്ക്. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. ഇനി 4-ാമത്തെ റൗണ്ടാണ്. ഇതിലെ ഓരോ ചോദ്യത്തിനും 10 മാർക്കാണ്. പാസ് ചെയ്യുമ്പോൾ 5 മാർക്ക് ലഭിക്കുന്നു. 1-ാം ചോദ്യം ടീം എയോടാണ്. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 4 പദങ്ങളുടെ തുക 72. ആദ്യത്തെ 9 പദങ്ങളുടെ തുകയും 72. എന്നാൽ ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്ര? The sum of the first 4 terms of an arithmetic sequence is 72. Sum of the first 9 term is also 72. Find the sum of the first 5 terms. സർ 88. 88 തെറ്റുത്തരമാണ്. ടീം ബി ഇല്ല, ടീം ബി പാസ് ചെയ്ത ആൻസർ ആണ്. ടീം ബിക്ക് അറിയില്ല. വേറെ ആർക്കും അറിയാമോ? ടീം ബി പറയുന്നുണ്ട്, പറയൂ. S5 is equal to 80. 80 ശരി ഉത്തരമാണ്. അതായത് ആദ്യത്തെ 9 പദങ്ങളുടെ തുക 72 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ n ഇൻറ്റു മിഡ് ടേം ഈക്വൽ ടു സം എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മിഡ് ടേം ആയിട്ട് വരിക 5th ടേം ആണ്. അപ്പോൾ x5 ഈസ് ഈക്വൽ ടു 72/9 ഈക്വൽ ടു 8 എന്ന് കിട്ടുന്നു. അതായത് 5th ടേം 8 ആണ്. ഇനി ചോദ്യത്തിൽ ആദ്യത്തെ 4 പദങ്ങളുടെ സമ്മ് 72 തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 4 പദങ്ങളുടെ സമ്മിൻ്റെ കൂടെ 5ാമത്തെ ടേം ആഡ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് ആദ്യത്തെ 5 പദങ്ങളുടെ സമ്മായിരിക്കും. അപ്പോൾ S5 ഈക്വൽ ടു 72 + 8 ഈക്വൽ ടു 80 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ടീം ബിയോടാണ്. 2 sides of a triangle are 9 cm and 10 cm. Angle between these sides is 120. Find the area of the triangle. ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ 9 cm 10 cm. ഈ വശങ്ങൾക്കിടയിലുള്ള കോൺ 120 ഡിഗ്രി ആയാൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്ര? സർ 5√56. 5√56. ഉത്തരം തെറ്റാണ്. ടീം സിയിലേക്ക് പാസ് ചെയ്തിരിക്കുന്നു. ചോദ്യം 90/√3. 90/√3. വേറെ ആരെങ്കിലും ശരി ഉത്തരം? ഇതിൻ്റെ ആൻസർ ആരും തന്നെ ശരിയാക്കിയില്ല. നമ്മൾ പഠിച്ചിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡും അതിൻ്റെ ഇടയിലുള്ള കോണും തന്നാൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് √b sin c ആണ്. പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള കോണ് 180 ആണ്. അപ്പോൾ നമ്മൾ h കാണണമെങ്കിൽ ഇടയിലുള്ള കോണ് 120 ആണ്. അപ്പോൾ ബാക്കി വരുന്ന കോണ് 180 - 120 60 എന്ന് വരും. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 1/2 × 9 × 10 × sin 60. അപ്പോൾ sin 60ൻ്റെ വാല്യൂ √3/2 ആണ്. നമ്മൾ 2 10 ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ 45/2 √3 എന്ന് വരും. അതായത് 22.5 √3. ഇത്തരം ശരിയാക്കിയില്ല.
അതുകൊണ്ട് തന്നെ സ്കോർ ആർക്കും ലഭിക്കുന്നില്ല. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ഒരു വൃത്തത്തിലെ ABCD എന്നീ ഞാണുകൾ പിയിൽ കൂട്ടിമുട്ടുന്നു. CP = 3 cm, CD = 11 cm, AB = 14 cm ആയാൽ AP എത്ര? കോഡ് AB and CD of a circle intersect at P. CP 3, CD 11, AB 14. Find the length of AP. സർ പാസ്. ടീം സി ചോദ്യം ടീം ഡിയിലേക്ക് പാസ് ചെയ്തിരിക്കുന്നു. ഉത്തരം 12. 12 ശരി ഉത്തരമാണ്. ടീം ഡിക്ക് 5 പോയിന്റ്. ആ ഉത്തരം ഒന്ന് വിശദീകരിക്കാമോ? PA × PB = PC × PD ആണ്. അപ്പം 8 × 3 = 24 ആണ്. അപ്പോൾ PA + PB എന്ന് പറഞ്ഞാൽ 14 ആണ്. അപ്പോൾ 12 × 2 24. ഓക്കെ, അങ്ങനെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ചില ആൾ വേണമെങ്കിൽ PA × PB = PC × PD വെച്ചിട്ട് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യും. അത് വെച്ച് ചെയ്യാം. അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. കാരണം ടോട്ടൽ കോഡിൻ്റെ ലെങ്ത്ത് 14 തന്നിട്ടുണ്ട്. അപ്പോൾ സമ്മ് 14. ഇനി അടുത്ത CD-യുടെ 2 പീസിൻ്റെ ലെങ്ത്തും തന്നിട്ടുണ്ട് 3, 8. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് അവിടെ നിന്ന് കിട്ടും. 3 × 8 24. അപ്പോൾ പ്രോഡക്റ്റ് 24 സമ്മ് 14 കിട്ടുന്ന വിധത്തിൽ ആലോചിച്ചാൽ മതി. അപ്പോൾ 12, 2 എന്ന് വരും. അപ്പോൾ നമ്മളോട് ഒരു പീസാണ് ചോദിച്ചത് AP, അത് 12 എന്ന് മനസ്സിലാവും. ഒരു ഫിഗർ വരച്ചാൽ ക്ലിയർ ആവും. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. A 2, 5, B 7, 10 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയെ 3:2 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ ഏത്? വാട്ട് ഈസ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ പോയിന്റ് ഡിവൈഡിംഗ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് A 2, 5, B 7, 10 ഇൻ ദ റേഷ്യോ 3:2? 5, 8. 5, 8 ശരി ഉത്തരമാണ്. ടീം ഡിക്ക് 10 പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാമെന്നൊക്കെ അറിയാം. നമ്മൾ സാധാരണ ഒരു ലൈനിനെ നിശ്ചിത റേഷ്യോയിൽ ഭാഗിക്കുന്നത് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? x = x1 + m/m + n × x2 - x1. ഇത് ചില ആൾ പല ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ വേറെ വല്ല ഇക്വേഷൻ ഉണ്ടോ? ചില ആൾക്കാരൊക്കെ mx2 + nx1 ഇത് +1 പഠിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഉത്തരം 5, 8 ശരിയാണ്. ഓക്കെ, ടീം ഇയോടാണ് അടുത്ത ചോദ്യം. 8ന്റെ അടുത്തടുത്ത 2 ഗുണിതങ്ങളുടെ ഗുണനഫലം 768. സംഖ്യകൾ ഏതൊക്കെ? ദ പ്രോഡക്റ്റ് ഓഫ് 2 consecutive multiples of 8 are 7, 6, 8. What are the numbers? Sir, answer 24 and 32. ഉത്തരം ശരിയാണ്. ടീം ഇക്ക് 10 മാർക്ക്. വളരെ നോർമൽ ക്വസ്റ്റ്യൻ ആണ്. അടുത്തടുത്ത 2 8ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്പർ x, അടുത്ത നമ്പർ x + 8 എന്ന് എടുക്കുന്നു. അവരുടെ പ്രോഡക്റ്റ് x × x + 8 അത് 768 ആണ്. അപ്പോൾ സോൾവ് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ 24, 32 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത ചോദ്യം ടീം ഇയോട് തന്നെയാണ്. ശ്രദ്ധിക്കുക. ആദ്യത്തെ 3 പദങ്ങളുടെ തുകയും ഗുണനഫലവും തുല്യവും പദങ്ങളെല്ലാം പൂർണ്ണസംഖ്യകളുമായ 3 സമാന്തര ശ്രേണികൾ എഴുതുക. റൈറ്റ് 3 arithmetic sequence with sum and product of first 3 terms are equal and terms are integers. Sir, ഉത്തരം 4, 9, 16. ടീം ഇയുടെ ഉത്തരം തെറ്റാണ്. ടീം ഡി 1, 2, 3. ഓക്കെ, 1, 2, 3 ശരിയാണ്. പക്ഷേ 3 എണ്ണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. 1, 2, 3 റൈറ്റ് ആൻസർ ആണ്. അത് എളുപ്പം കിട്ടും എന്നുള്ളതുകൊണ്ടാണ് 3 എണ്ണം പറയാൻ. 1, 2, 3 -1, -2, -3 ശരിയാണ്. 2 സീക്വൻസായി. ഇനി ഒരെണ്ണം കൂടി പറയണം. അതിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞാൽ ഒരെണ്ണം കൂടി പറയാൻ പറ്റും. അതുകൊണ്ടാണ് 3 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1, 2, 3 ശരിയാണ്. 3 സീക്വൻസാണ് പറയുന്നത്. 1 ഞാനാണ് പറഞ്ഞത്. പോയിന്റ് ഇല്ല. അപ്പം ആൻസർ പറയാം. നമുക്കൊന്ന് 1, 2, 3 എളുപ്പം കിട്ടും. -1, -2, -3 ശരിയാണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ ടേംസ് A - D, A + D എന്ന് എടുക്കുമ്പോൾ സമ്മ് 3A വരിക. അപ്പോൾ 3A = അതിൻ്റെ പ്രോഡക്റ്റ് ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3A = A × A² - D² എന്ന് വരും. കാരണം ആദ്യ ടേം A - D ലാസ്റ്റ് ടേം A + D ആണ്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് വരിക A × A² - D² എന്ന് വരും. അപ്പോൾ 3 = A² - D² എന്ന് കിട്ടും. അതായത് A എന്ന് പറയുന്ന ഫസ്റ്റ് ടേം ആണ്. അപ്പോൾ A² - D² 3 കിട്ടണമെങ്കിൽ A2ഉം D1 ആയേ പറ്റുള്ളൂ. A2, D1. അപ്പോൾ ഇന്ന് Aക്ക് 0 എന്ന് കൊടുക്കുമ്പോൾ ആൻസർ ശരിയാവും. അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഏത് സീക്വൻസിൻ്റെയും മിഡിൽ ടേം 0 ആണെങ്കിൽ ഇതിൻ്റെ എല്ലാം സമ്മും പ്രോഡക്റ്റും ഈക്വൽ ആയിരിക്കും. നിങ്ങൾക്ക് ഏത് സീക്വൻസും വേണമെങ്കിൽ പറയാം. അപ്പോൾ -5, 0 + 5, -3, 0 + 3. അപ്പോൾ മിഡിൽ ടേം 0 ആയിരിക്കണം. അതാണ് ഇതിലെ ആശയം. 1, 2, 3. അതുകൊണ്ട് സ്കോർ ആർക്കും തന്നെ ലഭിക്കുന്നില്ല. അടുത്ത ചോദ്യം
ടീം ഡിനോടാണ്. 10 സെന്റിമീറ്റർ ആരവും 216 ഡിഗ്രി കേന്ദ്രകോണമുള്ള ഒരു വൃത്താംശം മടക്കി വൃത്തസ്തൂപിക നിർമ്മിച്ചാൽ അതിന്റെ വ്യാപ്തം എത്ര? എ കോൺ ഈസ് മെയ്ഡ് ഫ്രം എ സെക്ടർ ഓഫ് റേഡിയസ് 10 cm ആൻഡ് സെൻട്രൽ ആംഗിൾ 216 ഡിഗ്രി. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി കോൺ? ഉത്തരം 96 പൈ cm3. ഉത്തരം ശരിയാണ്, 96 പൈ cm3. ഇപ്പോൾ ആൻസർ കിട്ടിയ ഇതൊന്ന് ജസ്റ്റ് വിശദീകരിക്കാമോ? ആദ്യം റേഡിയസ് കണ്ടുപിടിച്ചു. റേഡിയസ് കണ്ടുപിടിക്കാൻ ഉപയോഗിച്ചത് r/. സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. ഓക്കെ, r/r ഈക്വൽ ടു x/360. അപ്പോൾ അതിൽ നമ്മൾ r ഈക്വൽ ടു L ആണ്. അതുകൊണ്ട് r/10 ഈക്വൽ ടു 216/360 എന്ന് വരുന്നു. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് റേഡിയസ് 6 എന്ന് കിട്ടുന്നു. അപ്പോൾ റേഡിയസും അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് വരുന്നത് 10 cm ആണ്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ പ്രോപ്പർട്ടിയിൽ നമുക്ക് ഹൈറ്റ് 8 എന്ന് കാണാം. അപ്പോൾ 1/3 πr² ആണ് കോണിൻ്റെ വോളിയം. അങ്ങനെ 96 പൈ ആൻസർ ലഭിക്കുന്നു. ടീം ഡിക്ക് 10 മാർക്ക്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ഒരു സമാന്തര ശ്രേണിയുടെ 6ാമത്തെ പദം 14ഉം 14ാമത്തെ പദം 6ഉം ആയാൽ 20ാമത്തെ പദം എത്ര? ഫൈൻഡ് ദ 20th ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് ഇഫ് ഇറ്റ്സ് 6th ടേം ഈസ് 14 ആൻഡ് 14th ടേം ഈസ് 6. സാർ x20 0. ഉത്തരം ശരിയാണ്. ടീം സിക്ക് 10 മാർക്ക്. എങ്ങനെ കിട്ടിയത്? സാർ കോമൺ ഡിഫറൻസ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. അതിനുശേഷം x20 x14 + 6d ഉപയോഗിച്ച് ബാക്കി കണ്ടുപിടിച്ചു. ഓക്കെ, ഉത്തരം ശരിയാണ്. ഇത്തരം ചോദ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 6ാം പദം 14ഉം 14ാം പദം 6ഉം എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഷുവറായിട്ട് നമുക്ക് എപ്പോഴും കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ ആ -1 അവിടെ ഉപയോഗിക്കാം. അപ്പോൾ 14ാമത്തെ പദത്തോട് 6 തവണ പൊതുവ്യത്യാസം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 20ാം പദം കിട്ടും. അപ്പോൾ 14ാം പദം 6 ആണെന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 6 × -1 -6 ആണ്. അപ്പോൾ 6 + -6 = 0 എന്ന് കിട്ടുന്നു. ഇനി അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ഒരു ബോക്സിൽ കുറച്ച് പച്ചയും നീലയും ബോളുകളുണ്ട്. അതിൽ 7 ചുവന്ന ബോളുകൾ കൂടി ഇട്ടപ്പോൾ ഒരു ചുവന്ന ബോൾ കിട്ടാനുള്ള സാധ്യത 7/24 ആയി. ഒരു നീല ബോൾ കിട്ടാനുള്ള സാധ്യത 1/3 എങ്കിൽ ഒരു പച്ച ബോൾ കിട്ടാനുള്ള സാധ്യത എത്ര? എ ബോക്സ് കണ്ടെയ്നിങ് സം ഗ്രീൻ ആൻഡ് ബ്ലൂ ബോൾസ്. 7 റെഡ് ബോൾസ് ആർ പുട്ട് ഇൻ ടു ഇറ്റ്. നൗ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഈസ് 7/24 and that of blue is 1/3. Then what is the probability of getting a green ball from the box? സർ 9/24. ഉത്തരം ശരിയാണ്, 9/24 അഥവാ 3/8. അതൊന്ന് പറയാം എങ്ങനെ കിട്ടിയെന്നത്? സർ റെഡ് 7 ബോൾസ് ഉണ്ട്. അതെ. ബ്ലൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 8 ബോൾസ് വന്നു. ബാക്കിയുള്ളത് 9 ബോൾസ് ആണ്. സോ 9/24. ശരിയാണ്, കാരണം 7/24 ആണ് റെഡിൻ്റെ പ്രോബിലിറ്റി. അവിടുന്ന് ആ 7 എന്നുള്ളത് പ്രൈം നമ്പർ ആയതുകൊണ്ടാണ് നമുക്ക് ആ ടോട്ടൽ ബോൾസ് 24 ആണെന്ന് മനസ്സിലായത്. അപ്പോൾ ടോട്ടൽ ബോൾസ് 24 ആണ്. അപ്പോൾ നമ്മൾ ബ്ലൂ ബോൾസ് എക്സ് ആയിട്ട് എടുത്താൽ നമുക്ക് x/24 = 1/3 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ബ്ലൂവിൻ്റെ എണ്ണം 8 കിട്ടും. അപ്പോൾ 24ന് 7 + 8 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 9 ബോൾസ് ആണ് റെഡ് കിട്ടുക. അപ്പോൾ പ്രോബിലിറ്റി 9/24 അതായത് 3/8. ടീം ബിക്ക് 10 മാർക്ക്. നമ്മളെ ഈ പ്രശ്നോത്തരിയിലെ അവസാനത്തെ ചോദ്യം ടീം എയോടാണ്. ചോദ്യം ശ്രദ്ധിക്കുക. 2x + 1, 4x - 1, 5x + 1 ഇവ സമാന്തര ശ്രേണിയിലായാൽ x എത്ര? ശ്രേണി എഴുതുക. ഒരു ചോദ്യം കൂടിയുണ്ട്. ഈ ശ്രേണിയിലെ ഏതെങ്കിലും 25 പദങ്ങളുടെ തുക 2024 ആകുമോ? 2x + 1, 4x - 1, 5x + 1 are in arithmetic sequence. Find x and write the sequence. Is the sum of any 25 terms be 2024? Why? സർ ടേംസ് 9, 15, 21 2024 സം ആവൂല. ഓക്കെ, ഉത്തരം ശരിയാണ്. എന്തുകൊണ്ടാണെന്ന് കൂടി പറഞ്ഞാൽ 3n² + 6n അത് pn² + qn വെച്ച് ചെയ്യുമ്പോൾ സോൾവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ചെയ്തത്. ഇത്രയും വേണോ? എന്തായാലും മാർക്ക് തരും. ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡ് നമ്പേഴ്സിൻ്റെ സം ഒരിക്കലും ഈവൺ ആവില്ല. ഓഡ് നമ്പേഴ്സിൻ്റെ സം ഈവനാണ്. അപ്പോൾ 3 ഓടാണ്, 5 ഓടാണ്. 3, 5, 8 അല്ലേ? 8 ഈവൺ അല്ലേ? ഓഡ് നമ്പർ ഓഫ് ഓഡ്. എന്നാൽ ഞാൻ ചോദിച്ചത് 25. അവസാനത്തെ ക്വസ്റ്റനിൽ വിശദീകരിക്കേണ്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ആദ്യത്തെ ചോദ്യം എക്സ് എല്ലാവർക്കും എത്ര കിട്ടിയത്? 4 എന്ന് കിട്ടിയിട്ടുണ്ടാവും.
പിന്നെ സീക്വൻസും കിട്ടിയിട്ടുണ്ട് 9, 15, 21. അപ്പോൾ ഈ സീക്വൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഓൾജിബ്രൈക് ഫോം 6n+3 ആണ്. അതായത് ഈ സീക്വൻസിലെ എല്ലാ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സാണ്. അവൻ പറഞ്ഞിട്ടുണ്ട് ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ ഞാൻ ചോദ്യം ഇതാണെന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ ഏതെങ്കിലും 25 പദങ്ങളുടെ സമ്മ് 2024 ആകുമോ? ഒറ്റ എണ്ണം ഓഡ് നമ്പേഴ്സ് കൂട്ടിയാൽ ഒരിക്കലും നമുക്ക് ഈവൺ നമ്പർ കിട്ടില്ല. ഇപ്പോൾ 2 ഓഡ് നമ്പർ ഈവൺ നമ്പറിൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ 3, 5, 8 അത് ഈവൺ ആണ്. അതിൻ്റെ കൂടി ഒരു ഓടും കൂടി കൂട്ടുമ്പോൾ വീണ്ടും അത് ഒറ്റയായി മാറി. അപ്പോൾ അതാണ് കാരണം 25 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് ഒരിക്കലും ഒരു ഈവൺ നമ്പർ കിട്ടില്ല. അപ്പോൾ 2024 എന്നുള്ളത് ഒരു ഈവൺ നമ്പറാണ്. അതുകൊണ്ട് 2024 ഈ ടേമിൽ ഈ സീക്വൻസിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ടീം എക്ക് 10 മാർക്ക്. ഇതോടുകൂടി ഇന്നത്തെ പ്രശ്നോത്തരി അവസാനിച്ചിരിക്കുകയാണ്. 4ാമത്തെ റൗണ്ടിലെ സ്കോർ നില നോക്കാം. ടീം എ 10 മാർക്ക്, ടീം ബി 10 മാർക്ക്, ടീം സി 10 മാർക്ക്, ടീം ഡി 25 മാർക്ക്, ടീം ഇ 10 മാർക്ക്. ഇനി ആകെയുള്ള 4 റൗണ്ടിലും കൂടി ലഭിച്ചിരിക്കുന്ന ആകെ സ്കോർ നോക്കാം. ടീം എ സീതി സാഹിബ് HSS തളിപ്പറമ്പയാണ് 38 മാർക്ക്. ടീം ബി GHSS കൂത്തുപറമ്പ 30 മാർക്ക്. ടീം സി കൂടാളി HSS 40 മാർക്ക്. ടീം ഡി GHSS കണ്ണാടിപ്പറമ്പ 55 മാർക്ക്. ടീം ഇ സേക്രഡ് ഹാർട്ട് ഗേൾസ് HSS തലശ്ശേരി 48 മാർക്ക്. ഇന്നത്തെ പ്രശ്നോത്തരിയിൽ 55 മാർക്കോടുകൂടി 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് GHSS കണ്ണാടിപ്പറമ്പിലെ വിദ്യാർത്ഥികളാണ് ആരുഷ് ലക്ഷ്മൺ ആൻഡ് അനവിന്ദ് PP. 48 പോയിന്റോടുകൂടി 2ാമതെത്തിയിരിക്കുന്നത് സേക്രഡ് ഹാർട്ട് ഗേൾസ് HSS തലശ്ശേരി മിഹാര K ആൻഡ് ഫാത്തിമത്തുൽ ഷഹാല KM. പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ഒപ്പം വിജയാശംസകളും. നാളെ ഇതേ സമയം റേഡിയോ ടീച്ചർ ഹിന്ദി പ്രശ്നോത്തരി ക്വിസ് മാസ്റ്റർ സ്മിത അരുൺ കുമാർ നമ്പ്യാർ, KKB മെമ്മോറിയൽ പാനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഹിന്ദി അധ്യാപിക. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ. Radio teacher.